സോ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയിൽ യൂണിറ്റ് 1 പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന് നെക്സ്റ്റ് ഫ്യൂ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്റർ 3 സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ ഏൻഷ്യൻ മിഡീവൽ ആൻഡ് മോഡേൺ പീരീഡ്. അപ്പോൾ നമുക്ക് ദ പ്രസൻറ്റ് സ്റ്റാറ്റസ് ഓഫ് വുമൺ അല്ലെങ്കിൽ ദ കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് വുമൺ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല വിത്തൗട്ട് സ്റ്റഡിയിങ് ദെയർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വുമൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിന് ഒരുപാട് ചേഞ്ചസ് ഓവർ ടൈമിൽ വന്നിട്ടുണ്ട് ത്രൂ ഡിഫറെൻറ്റ് സോഷ്യൽ പ്രോസസ്സസ്. ഇപ്പോൾ വുമൺസിൻ്റെ ഇഷ്യൂസിൽ ദർ ഇസ് നോ ലാക്ക് ഓഫ് ഡിസ്കഷൻ. ആ ഇഷ്യൂസിനെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യാതെ ഇരിക്കുന്നില്ല. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ വുമൺ ഇൻ ഇന്ത്യയെ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പാണ്. അതായത് എല്ലാവരും ഒരുപോലെയാണ്, സെയിം ആണ്, സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പല വ്യത്യാസങ്ങളും ഇന്ത്യയിലെ പല ഭാഗത്തുള്ള സ്ത്രീകൾക്കും ഉണ്ട്. അവരുടെ ഇടയിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. ലൈക്ക് കാസ്റ്റ് ബേസ്ഡ് ഉണ്ട്, ക്ലാസ് ബേസ്ഡ് ഉണ്ട്, റീജിയൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് എല്ലാം വ്യത്യാസങ്ങൾ ഇന്ത്യയിലെ സ്ത്രീകൾക്കുണ്ട്. അടുത്താണ് സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആണ്, ഡൈവേഴ്സിഫൈഡ് ആണ്. ഇപ്പോൾ വുമൺ ആണെങ്കിലും അവരുടെ ഇടയിലുള്ള ഡിഫറൻസുകൾ നേരത്തെ പറഞ്ഞ പോലെ റിലീജിയൻ, കാസ്റ്റ്, എക്കണോമിക് സ്റ്റാറ്റസ്, അർബൻ, റൂറൽ, ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദ സ്റ്റഡി ഓഫ് വുമൺ സ്റ്റാറ്റസിന് നമുക്ക് വിരിക്കുക അറ്റൻഷൻ, രണ്ടിനും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. അത് ഐഡിയൽ പൊസിഷന്, തിയറിക്കും പ്രാധാന്യം കൊടുക്കണം, അതുപോലെ തന്നെ ആക്ച്വൽ പൊസിഷൻ, പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ. ഇനി ട്രഡീഷണലിസ്റ്റ് വ്യൂവിനെ കുറിച്ചാണ് ആദ്യം നോക്കുന്നത്. ഇപ്പോൾ ട്രഡീഷണലിസ്റ്റ് പ്രസൻറ്റ് ആൻ ഐഡിയലൈസ്ഡ് ഇമേജ് ഓഫ് വുമൺ ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ ടെക്സ്റ്റ്. അതായത് ഇപ്പോൾ ട്രഡീഷണൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ ടെക്സ്റ്റിലൊക്കെ സ്ത്രീകളെക്കുറിച്ച് ഭയങ്കര ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഇമേജാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ കമ്പയർ ചെയ്യുകയാണത്, കമ്പാരിസൺ ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാസ്റ്റിലാണ് കുറച്ചും കൂടെ സ്ത്രീകൾ ബെറ്റർ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ പല ടെക്സ്റ്റിലും സ്ത്രീകളെ ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് മനുസ്മൃതി. സോ ദിസ് ഈസ് എ പോർഷൻ ദാറ്റ് ഐ ഗോട്ട് ഫ്രം അവർ ടെക്സ്റ്റ്. അപ്പോൾ ഇതിൽ പറയുന്നത് വുമൺ ആർ ഓണേർഡ്, ഗോഡ്സ് റിജോയ്സ് എന്നുള്ളതാണ് ഈ മനുസ്മൃതി പോലുള്ള ടെക്സ്റ്റുകളിൽ പറയുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വുമണിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവിടെ, ഓണർ ചെയ്യപ്പെടുന്നവിടെ ദൈവങ്ങൾക്ക്, ഗോഡിനും സന്തോഷമാണ്. ദേ ആർ ഓൾസോ ഹാപ്പി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫാമിലീസ് പ്രോസ്പെരിറ്റി ഈസ് ലിങ്ക്ഡ് ടു വുമൺസ് ഹാപ്പിനെസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കാണുന്നത് ഏൻഷ്യൻ്റ് ഇതിൽ ദർ ഈസ് എവിഡൻസ് ഓഫ് ഹൈ സ്റ്റേറ്റസ് ഓഫ് വുമൺ. അതായത് സ്ത്രീകളെ നല്ല രീതിയിലാണ് നോക്കിയിരുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ട്രഡീഷണലിസ്റ്റ് വ്യൂവിൽ ഈ ടെക്സ്റ്റ് മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരുന്നു. ടെക്സ്റ്റിലൊക്കെ സ്ത്രീകളെ നന്നായി നോക്കണം, സ്ത്രീകൾ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ടെക്സ്റ്റിൽ നേരെ തിരിച്ചും പറയുന്നുണ്ട്. ഇപ്പം മനുസ്മൃതിയിൽ തന്നെ പറയുന്നുണ്ട്, ഇൻ ചൈൽഡ്ഹുഡ് എ വുമൺ മസ്റ്റ് ബി സബ്ജക്ട് ടു ഹർ ഫാദർ, ഇൻ യൂത്ത് ടു ഹർ ഹസ്ബൻഡ്, വെൻ ഹർ ഹസ്ബൻഡ് ഈസ് ഡെഡ് ടു ഹർ സൺസ്, എ വുമൺ മസ്റ്റ് നെവർ ബി ഇൻഡിപെൻഡൻറ്റ്. ഒരു സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് ട്രഡീഷണലിസ്റ്റ്. രണ്ട് വ്യൂസും അതിൽ പറയുന്നുണ്ട്. അതായത് വയലൻസ് അപ്രോച്ച് വേണ്ട, പക്ഷേ കീഴ്പ്പെട്ട് തന്നെ ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് അവിടെ വെച്ചിട്ടുള്ളൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വുമൺസ് അറ്റോണമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വുമൺ ആർ ബൈ നേച്ചർ നോട്ട് ഫിറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് മനുസ്മൃതിയിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മോഡേണിസ്റ്റ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മോഡേണിസ്റ്റുകൾ ഹൈലൈറ്റ് ദ റെസ്ട്രിക്ഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ ദ പാസ്റ്റ്. ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഓപ്പറേഷനും വുമൺ മോഡേണിസ്റ്റ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പാസ്റ്റിൽ ഒരുപാട് സ്ത്രീകൾക്ക് റെസ്ട്രിക്ഷൻസും ഓപ്പറേഷൻസും കൊടുത്തിട്ടുണ്ട്. വുമൺ ഹാഡ് നോ ഇൻഡിപെൻഡൻസ്. അവർക്ക് പെർമിഷൻ വേണമായിരുന്നു മെയിൽ മെമ്പേഴ്സിൻ്റെ. അതായത് പണ്ടൊക്കെ എസ്പെഷ്യലി ബ്രാഹ്മിൺ ഫാമിലീസിൽ പോലും സ്ത്രീകൾക്ക് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാനുള്ള അവകാശങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വുമൺ കണ്ടിന്യൂസ് ഗാർഡിയൻഷിപ്പിലായിരുന്നു. അതായത് ട്രഡീഷണലിസ്റ്റ് വ്യൂവിലാണ് എന്ത് പറയുന്നത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, ഐഡിയലിസ്റ്റ് ഇമേജ് ആണെന്നൊക്കെ. മോഡേണിസ്റ്റ് വ്യൂവിൽ ഈ ട്രഡീഷണലിസത്തെ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ വുമണ് കണ്ടിന്യൂസ് ഗാർഡിയൻഷിപ്പാണ്, ചൈൽഡ്ഹുഡിൽ ഫാദർ, യൂത്തിൽ ഹസ്ബൻഡ്, ഓൾഡ് ഏജിൽ സൺ. സോ വുമൺ എപ്പോഴും എന്താണ്, ഹസ്ബൻഡിനെ ദൈവത്തിനെ പോലെ ട്രീറ്റ് ചെയ്യണം. കമ്പയർഡ് ടു ഇൻഫീരിയർ ബീങ്സ് ആയിട്ട്, എപ്പോഴും ഇൻഫീരിയർ ബീങ്സ് ആയിട്ടാണ് അവരെ കൺസിഡർ ചെയ്തിരുന്നത്. കൺട്രോളും പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഭർത്താവിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള നിലയിലാണ്.
അതുപോലെ തന്നെ അവരെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, ഈവൻ യൂസ്ഡ് ഇൻ ഗാംബ്ലിംഗ് അല്ലേ. ഇപ്പം നമുക്ക് മഹാഭാരതത്തിലൊക്കെ കാണാം, ഭാര്യനെ വെച്ച് ചൂതൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇൻഹെറിറ്റൻസും ഓണർഷിപ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പോൾ ആൻഷ്യൻ്റ് ഇന്ത്യൻ സൊസൈറ്റിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺട്രാഡിക്ടറി അല്ലെങ്കിൽ പാരഡോക്സിക്കൽ നേച്ചറാണ്. ചില ടെക്സ്റ്റുകളിൽ റെസ്പെക്റ്റും ഗ്ലോറിഫിക്കേഷനും ഒക്കെ കാണുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഒപ്രഷനും കൺട്രോളും ആയിരുന്നു. അപ്പോൾ ട്രഡീഷണലിസ്റ്റുകളും മോഡേണിസ്റ്റുകളും റിലീജിയസ് ടെക്സ്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ടു സപ്പോർട്ട് ദെയർ വ്യൂസ്. പ്രസൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വുമൺ സ്റ്റാറ്റസ്. ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തുള്ള സ്ഥിതി എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് അല്ല, അല്ലെങ്കിൽ യൂണിഫോം അല്ല, എല്ലായിടത്തും ഒരുപോലെ അല്ല, അതിനൊരു സ്ഥിരതയില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ സ്റ്റേറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സം ആർഗ്യൂ ദാറ്റ് വുമൺ സ്റ്റാറ്റസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്ഡ്. ഇതിലുള്ള എവിഡൻസ് പറയുന്ന പബ്ലിക് ഓഫീസസിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, ലിറ്ററസി റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്, ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിച്ചിട്ടുണ്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഏർണിംഗ് കപ്പാസിറ്റിയും വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു വ്യൂ സ്റ്റിൽ ലോ ആണ്. ഇപ്പോഴും സ്ത്രീകളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പുരുഷന്മാരോട് കമ്പയർ ചെയ്യുമ്പോൾ ലോ ആണ്. അപ്പോൾ ഇവിടെ ഇൻഇക്വാലിറ്റി പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള തീംസ് തന്നെയാണ് വരുന്നത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ഫെയർ ട്രീറ്റ്മെൻ്റ് ഒന്നും സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. ഇനി സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ഇപ്പോൾ പ്രീ ആര്യൻ പീരീഡിൽ, അതായത് ആര്യൻ സമൂഹം ഇന്ത്യ ഇൻവേർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാട്രിലീനിയൽ സിസ്റ്റം ആയിരുന്നു. അതായത് മാട്രിലീനിയൽ അല്ലെങ്കിൽ മാട്രിയാർക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, സ്ത്രീകളായിരുന്നു പ്രധാനമായിട്ടും അവകാശികൾ അല്ലെങ്കിൽ ഓണേഴ്സ് എന്നുള്ള രീതിയിൽ. അവർക്കൊരു ഹൈ സ്റ്റാറ്റസ് ആൻഡ് ഫ്രീഡം ഉണ്ടായിരുന്നു. ആര്യൻ ഇൻവേഷന് ശേഷമാണ് ഒരു പാട്രിലീനിയൽ സിസ്റ്റത്തിലേക്ക് വരുന്നത്. കുറച്ചും കൂടെ മെയിൽ ഓറിയൻറ്റഡ് ആയി, മെൻ ഡോമിനേറ്റഡ് പബ്ലിക് സ്പിയറായി, വുമണിനെ എല്ലാത്തിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി, ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് നോളേജ് പ്രൊഡക്ഷൻ. വുമണിനെ പലരുടെയും റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങി, പബ്ലിക് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങി. പ്യൂരിറ്റി, പൊല്യൂഷൻ പോലുള്ള കോൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു എക്സ്ക്ലൂഡ് ചെയ്യാനുള്ളൊരു കാരണമായിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ദ സെഗ്രിഗേഷൻ ഓഫ് വുമൺ ഫ്രം പബ്ലിക് ലൈഫ് അവർക്ക് ഇല്ലാതെ തന്നെയായി. അപ്പോൾ വുമണിന് ഒരിക്കലും ഈക്വൽ ആക്സസ് കൊടുത്തിരുന്നില്ല ടു റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. മെയിലിൻ്റെ റോൾ അല്ലെങ്കിൽ മെന്നിൻ്റെ റോൾ എന്ന് പറയുന്നത് ഹണ്ടർ പ്രൊവൈഡർ എന്നുള്ളതായിരുന്നു. അതെപ്പോഴും ഗ്ലോറിഫൈഡ് ആയിരുന്നു, പക്ഷേ വുമണിനെ സബോർഡിനേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. വുമണിൻ്റെ ട്രേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന നർച്ചറിങ് ആൻഡ് കമ്പാഷൻ എസ്പെഷ്യലി ടുവാർഡ്സ് ദെയർ ചിൽഡ്രൻ, അതിനെ പ്രേസ് ചെയ്തിരുന്നു. പക്ഷെ അവരെ ആ ഡൊമസ്റ്റിക് റോൾ തന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ആണ് വെച്ചിരുന്നത്. ഇപ്പോൾ വുമണിനെ പലപ്പോഴും ഇമോഷണലാണ്, സെൻസിറ്റീവാണ്, ലെസ് റാഷണൽ ആണ് ദാൻ മെൻ എന്നുള്ള രീതിയിൽ ലേബലിംഗ് ചെയ്തിരുന്നു. പല റെസ്ട്രിക്ഷൻസും ഇമ്പോസ് ചെയ്തിരുന്നു. വിർജിനിറ്റി എന്ന് പറയുന്നത്, കന്യകാത്വം എന്ന് പറയുന്ന ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ആയിരുന്നു ബിഫോർ മാരേജ്. വിഡോ സിലബസി, അതായത് ഭർത്താവ് മരണപ്പെട്ടാലും പിന്നീട് പുനർവിവാഹത്തിനുള്ള സാധ്യതയില്ല. ഓവർ ടൈം ഈ റൂൾസ് ഭയങ്കര റിജിഡ് ആൻഡ് ഒപ്രസീവായി. വുമൻ്റെ മൊബിലിറ്റി, അവരുടെ മൂവ്മെൻറ്റ് തന്നെ റെസ്ട്രിക്റ്റഡ് ആയി. ഇവ സബ്ജക്റ്റ് ടു സോഷ്യൽ ലെവൽസ്. പ്രാക്ടീസസ് ലൈക്ക് ചൈൽഡ് മാരേജും ഏർലി മാരേജും ഭയങ്കര കോമൺ ആയിരുന്നു. ഈ പ്രാക്ടീസസിനെയൊക്കെ നമുക്ക് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് കൾച്ചറൽ നോംസായിട്ട് ലിങ്ക് ചെയ്യാം. ഇനി ഇമ്പാക്റ്റ് ഓഫ് വുമൺസ് ഡെവലപ്മെൻറ്റ്, ഏർലി മാരേജ് ആൻഡ് മദർഹുഡ് ഉള്ളത് കാരണം, അതായത് ഇപ്പം ശൈശവവിവാഹവും അതിനോടനുബന്ധമായിട്ടുള്ള പ്രസവവും കാരണങ്ങളെല്ലാം കൂടെ അവരുടെ എഡ്യൂക്കേഷനും പാർട്ടിസിപ്പേഷനും തടസ്സപ്പെടുത്തി. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഫീൽഡ്സിൽ നിന്ന് അവർ എക്സ്ക്ലൂഡഡ് ആയി. ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡിറ്റർമിനേഷൻ പ്ലസ് സോഷ്യൽ വാല്യൂസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ആ സമയത്ത്. ഇവർ ഈ ഫെമിനിൻ ഐഡിയൽ, സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു ഐഡിയലിനെ ഭയങ്കരമായിട്ട് ഇൻറ്റേർണലൈസ് ചെയ്തിരുന്നു. ഇനി എന്താണ് ഫെമിനിൻ ഐഡിയൽ? അതായത് വുമൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡ്യൂട്ടിഫുൾ വൈഫ്സ് ആയിരിക്കണം. ഇവരുടെ റോൾ എന്ന് പറയുന്നത് ഹസ്ബൻഡിനെ സെർവ് ചെയ്യുക, അയാളുടെ എല്ലാ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുക, ഫാമിലി സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് എൻഷുർ ചെയ്യുക, പവർ ട്രാൻസ്ഫർ ഇൻ ക്രൈസിസ്. ഫാമിലിയിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, പവർ അച്ഛനിൽ നിന്ന് മകനിലേക്ക് എന്നുള്ള രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാക്കുക. എക്സ്പെക്റ്റഡ് റോൾസ് വൈഫ്, മദർ, മിനിസ്റ്റർ വിച്ച് മീൻസ് അഡ്വൈസർ ആൻഡ് സെർവൻറ്റ്. അതുപോലെ തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള വിർച്വസും എക്സ്പെക്റ്റേഷൻസ് ഒക്കെ സ്ത്രീകളിൽ ഇമ്പോസ് ചെയ്തിരുന്നു. ഈ ഐഡിയൽസ് ഇപ്പോഴും മോഡേൺ ടൈംസിലും കണ്ടിന്യൂ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വുമൺ ഗ്രാജ്വലി കുറച്ചും കൂടെ ലിബറൽ ആൻഡ് റാഷണൽ ഐഡിയാസ് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും ട്രഡീഷണൽ ആൻഡ് കൺസർവേറ്റീവ് ആണ് സ്ത്രീകൾ എന്ന് നമുക്ക് പറയാം. ഈ ചേഞ്ചിനെ നമുക്കൊരു സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ഒരു പെരിഫറൽ ചേഞ്ചായിട്ട് മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ, നമ്മുടെ ഡീപ്പ് റൂട്ടഡ് വാല്യൂ സിസ്റ്റത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഒരു പെരിഫറൽ, അതായത് ഒരു ഉപരിതലത്തിൽ മാത്രമാണ് ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ മിഡീവൽ ഇന്ത്യ. അപ്പോൾ വുമണിൻ്റെ സ്റ്റാറ്റസ് കൂടുതൽ മോശമാണ് ചെയ്തത് ഈ മിഡീവൽ പീരീഡിൽ. കാരണം ഇവിടെ ചൈൽഡ് മാരേജും ബാൻ ഓൺ വിഡോ റീമാരേജും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം ഇൻവേഷൻ വന്നതോടുകൂടി തന്നെ പർദ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു.
അപ്പോൾ വുമണിനെ കൂടുതൽ പ്രൈവറ്റ് ഡൊമസ്റ്റിക് സ്പേസിൽ മാത്രം ഒതുക്കപ്പെട്ടു. ഇപ്പോൾ രാജ്പുത്സിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ദ പ്രാക്ടീസ് ഓഫ് ജൗഹ, അതായത് മാസ് സെൽഫ് ഇമൊലേഷൻ ടു അവോയ്ഡ് ക്യാപ്ചർ. അതായത് ഇപ്പോൾ നിങ്ങൾ പത്മാവതി സിനിമയിലൊക്കെ കാണണം, നിങ്ങൾക്ക് അറിയാം, സദ്യ അനുഷ്ഠിക്കുക. അതായത് ഏതെങ്കിലും രീതിയിൽ മറ്റൊരു പുരുഷനാൽ കീഴടക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ കൊണ്ടുപോയി അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം കൂടെ സ്വയം ശിതയിലേക്ക് എടുത്തു ചാടുന്ന സിസ്റ്റമൊക്കെ അനുഷ്ഠിച്ചിരുന്നു. ദേവദാസി സിസ്റ്റവും ഉണ്ടായിരുന്നു. ഇവിടെ വുമണിനെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. പോളിഗാമി പ്രാക്ടീസ് ചെയ്തിരുന്നു. ഒന്നിലധികം വിവാഹം അല്ലെങ്കിൽ ഒന്നിലധികം റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി അമംഗ് ഹിന്ദു, ക്ഷത്രിയ. മുസ്ലിം ഫാമിലീസ് ആണെങ്കിൽ വുമൺ വർ കൺഫൈൻഡ് ടു ജനാന, വുമൺ ഓൺലി ഏരിയാസ് ഉണ്ട്, അവിടെ മാത്രമാണ് അവർക്ക് വിഹരിക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ഇനി എക്സെപ്ഷൻസ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഈ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും പ്രോമിനൻറ്റ് ഫിഗേഴ്സ് ആയിട്ടുണ്ട്. പലരും പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റാസിയ സുൽത്താന ഓൺലി വുമൺ റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആണ്. റാണി ദുർഗാവതി കോൺ കിങ്ഡം റൂൾ ചെയ്തിട്ടുണ്ട്, മുഗൾ ഭരണത്തിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചാന്ദ് ബീബി അഹമ്മദ് നഗറിനെ മുഗൾസിനെതിരെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. നൂർ ജഹാൻ റിയൽ പൊളിറ്റിക്കൽ പവർ അവർക്ക് മുഗൾ കോർട്ടിലുണ്ടായിരുന്നു. ജഹനാര ആൻഡ് സെബുനീസ അവർ പോയട്രി ആൻഡ് ഇൻഫ്ലുവൻസിന് അറിയപ്പെടുന്നവരാണ്. ജീജാബായ് ക്യൂൻ റെജൻ്റായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സ്കിൽഡ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് വാരിയർ ആണ്. സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ പലപ്പോഴും അഡ്മിനിസ്ട്രേഷൻ ഓഫ് വില്ലേജസ്, ടൗൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വുമൺ ഇൻവോൾവ് ആയിരുന്നു. ഇനി വാട്ട് ഈസ് എ റോൾ ഓഫ് ഭക്തി മൂവ്മെൻറ്റ്? ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ പറയും. ഇത് ഓപ്പറേഷൻ ഓഫ് വുമണിനെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഇത് വുമണിൻ്റെ സ്റ്റേറ്റസ് റീസ്റ്റോർ ചെയ്യുന്നതിനാണ് എയിം ചെയ്തിരുന്നത്. ഇതിലെ വുമൺ സെയിൻസ് ആണ് മീരാഭായ്, ഷി വാസ് എ മേജർ ഭക്തി ഫിഗർ. പിന്നെ അക്ക മഹാദേവി, റാമി ജനാഭായ്, ലാൽ ദത്ത്. ഭക്തി സെറ്റ്സ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസും ജെൻഡർ ഇക്വാലിറ്റിയും ഒക്കെ പ്രൊമോട്ട് ചെയ്തു. ഇനി അടുത്തത് റോൾ ഓഫ് സിക്കിസം ആണ്. ഇപ്പോൾ ഗുരു നാനാക്ക് ഹു ഈസ് ദ advocate of Sikhism as a movement. He advocated equality of men and women. വുമണിന് റിലീജിയസ് അസംബ്ലീസിലൊക്കെ ലീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കീർത്തൻ ഭജനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. റിലീജിയസ് കമ്മിറ്റീസിൻ്റെ മെമ്പേഴ്സിലായി ആർമീസ് ലീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. മാരേജിൽ ഇക്വാലിറ്റി ഉണ്ടായിരുന്നു. അമൃത് അല്ലെങ്കിൽ ബാപ്റ്റിസത്തിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതർ സിഖ് ഗുരൂസ് ഓൾസോ സപ്പോർട്ടഡ് ജെൻഡർ ഇക്വാലിറ്റി. ഇനി എന്താണത് സ്റ്റേറ്റസ് ഓഫ് വുമൺ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്? ഇപ്പോൾ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ സ്കോളേഴ്സ് ഹിന്ദു വുമണിനെ ചേസ്റ്റ് ആൻഡ് വിർച്വസ് എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്, പതിവ്രത അല്ലെങ്കിൽ പവിത്ര എന്നുള്ള രീതിയിൽ. ഇപ്പോൾ കൊളോണിയൽ പീരീഡിൽ പല സോഷ്യൽ റിഫോംസും സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയുന്ന രാജാ രാംമോഹൻ റോയ്, അദ്ദേഹം സതി എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിനെതിരെ പോരാടിയിരുന്നു. അതുപോലെ തന്നെ ദ അബോളിഷൻ ഓഫ് സതി 1829 നടന്നു അണ്ടർ ലോർഡ് വില്യം ബെൻറ്റിക്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ വിഡോ റീമാരേജിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് വിഡോ റീമാരേജ് ആക്ട് 1856 വന്നിരുന്നു. ജ്യോതിറാവോ ഫുലെ വുമൻസ് അപ്ലിഫ്റ്റ്മെൻറ്റിനും എഡ്യൂക്കേഷനും വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പിയറി ചരൺ സർക്കാർ, അദ്ദേഹമാണ് ഫസ്റ്റ് ഫ്രീ ഗേൾസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് 1847 ബർസാത്തിൽ. വുമൺ റിഫോമേഴ്സിൽ ഫേമസ് ആണ് പണ്ഡിത രാമാഭായ്. ഷി വർക്ക് ഫോർ വുമൺ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. മിഷണറീസിൻ്റെ റോള് നോക്കുകയാണെങ്കിൽ മാർത്ത മോട്ട് മീഡ് ആൻഡ് എലിസ കാൽഡ്വാൾ മോൾട്ട്, അവർ രണ്ടുപേരും ഗേൾസ് എഡ്യൂക്കേഷൻ സൗത്ത് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്തു. സോഷ്യൽ റെസിസ്റ്റൻസ് ഒക്കെ അവർ ഫേസ് ചെയ്തിരുന്നു ഡ്യൂ ടു ദ ട്രഡീഷണലിസ്റ്റ് ബിലീഫ്സ്. ഇനി വുമൺ ലീഡേഴ്സ് ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ നോക്കുകയാണെങ്കിൽ കിറ്റു ചെന്നമ്മ, ഷി ഫോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അബാക്ക റാണി, ഷി റെസിസ്റ്റഡ് ദ പോർച്ചുഗീസ് ഇൻവേഷൻ. റാണി ലക്ഷ്മിബായ് റിവോൾട്ട് ഓഫ് 1857 ലീഡറാണ്, നാഷണൽ ഹീറോ ആണ്. ബേഗം ഹസ്രത് മഹൽ അവധിലുള്ള റിവോൾട്ട് അവർ ലീഡ് ചെയ്തിട്ടുണ്ട്. ബേഗംസ് ഓഫ് ഭോപ്പാൽ നോട്ടബിൾ റൂളേഴ്സ് ആണ്. ദേ ഡിഡ് നോട്ട് ഫോളോ ദ പർദ സിസ്റ്റം ആൻഡ് ദേ വർ ഓൾസോ ട്രെയിൻഡ് ഇൻ മാർഷ്യൽ ആർട്സ്. ഇനി വുമൺ ഇൻ എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ ചന്ദ്രമുഖി ബാസു, കദംബിനി ഗാംഗുലി, ആനന്ദി ഗോപാൽ ജോഷി, ഇവരെല്ലാം ഫസ്റ്റ് വുമൺ ഗ്രാജുവേറ്റ്സ് ഇൻ ഇന്ത്യയാണ്. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ 1870 വുമൻസ് ഡെലിഗേഷൻ ദ ഡിമാൻഡഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് വിച്ച് ആർ സപ്പോർട്ടഡ് ബൈ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1927 പൂനെ conference as a major step in the social reform movement. Child Marriage Restraint Act 1921, അത് മിനിമം 14 years വേണം കുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ. മഹാത്മാഗാന്ധി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ബട്ട് ഹി പ്രൊമോട്ടഡ് ദ വിഡോ റീമാരേജ്. വിധവ പുനർവിവാഹത്തിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. വുമൺ ഇൻ ഫ്രീഡം സ്ട്രഗിൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ദേ ഹാവ് പ്ലേഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഇൻഡിപെൻഡൻസ് വുമൻ. പല ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സും ഉണ്ട്. ഭിഖാജി കാമ, ആനി ബസൻ, പ്രിതിലത വഡേര, വിജയലക്ഷ്മി പണ്ഡിറ്റ്, രാജ്കുമാരി അമിത് കൗർ, അരുണ ആസിഫ് അലി, സുചേത കൃപാലിനി, കസ്തൂർബ ഗാന്ധി,
അതുപോലെ തന്നെ ദുർഗാബായ് ദേശ്മുഖ്, അതുപോലെ തന്നെ റാണി ഓഫ് ജാൻസി റെജിമെന്റ് INA, ഇതൊരു ഓൾ വുമൺ യൂണിറ്റ് ആണ് ലെഡ് ബൈ ക്യാപ്റ്റൻ ലക്ഷ്മി സെഗാൾ. സരോജിനി നായിഡു ആണ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആൻഡ് ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ജെൻഡർ ഈക്വാലിറ്റി ഉറപ്പാക്കുന്നുണ്ട്. അതിനുവേണ്ടി പല ആർട്ടിക്കിൾസും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 14 ആണ്, ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ റൈറ്റ്സ് ഇൻ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്പിയേഴ്സ്. Article 15 prohibits discrimination based on sex, religion, caste and race. Article 16 ensures equality of opportunity. Article 39 promotes economic justice. Article 42 ensures just, needipurvamaya working conditions and maternity relief. Article 51 duty to respect dignity of women. Article 325 ensures political equality. ഇപ്പോൾ ഗവൺമെൻറ് പല വുമൻ സ്പെസിഫിക് ലോസ് ആൻഡ് ലെജിസ്ലേഷൻസും എനാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്രസൻറ്റ് സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇക്വാലിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ റിയൽ സിറ്റുവേഷൻ ആസ് വി നോ അൺഈക്വൽ ആണ്. അവിടെ നമുക്ക് ഒരിക്കലും സമത്വം ഉണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല. വുമൺ സ്റ്റിൽ ഫേസ് ലോ സ്റ്റേറ്റസ്, ലാക്ക് ഓഫ് പവർ, പോവർട്ടി ആൻഡ് പാട്രിയാർക്കൽ ഒപ്രഷൻ. വുമൺ നോട്ട് ഫുള്ളി ഇൻക്ലൂഡഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. Their concerns are not reflected in the development policies and programs. ഇപ്പോൾ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വുമൺ പലപ്പോഴും ഇഗ്നോറൻ്റ് ആണ്, അൺഅവെയർ ആണ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ആൻഡ് ദേ ഓൾസോ ഫേസ് ഡ്രഡ്ജറി, പുവർ ഹെൽത്ത് ആൻഡ് ഫിയർ ഓഫ് വയലൻസ്. ദാറ്റ് മീൻസ് ഡ്രഡ്ജറി മീൻസ് ലേബർ, വാട്ട് എവർ ബി ദ ലേബർ ദേ ആർ ഇൻവോൾവ് ഇൻ, അതവർ കണ്ടിന്യൂസ് ആയിട്ട് ഡള്ളായിട്ടുള്ള മൊണോട്ടണസ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് എപ്പോഴും ചെയ്തിരിക്കുന്നത്. ബയോളജിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും അവരുടെ ലിമിറ്റ്സ്, അവരുടെ എൻവയോൺമെൻറ്റ് പലപ്പോഴും ലിമിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഡെവലപ്മെൻറ്റിനെ. പിന്നെ ഇപ്പോഴുള്ള പല സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസും എന്താണ്, ദേ ആർ സീൻ ആസ് എ ടൂൾസ് ഫോർ പോപ്പുലേഷൻ കൺട്രോൾ റദർ ദാൻ ഇൻഡിവിജ്വൽസ്. വുമൻ്റെ വർക്ക് എന്ന് പറയുന്നത് പ്രഗ്നൻസി, മദർഹുഡ്, ഡൊമസ്റ്റിക് ലേബർ ആണ്. അതുപോലെ തന്നെ ദേ പെർഫോം ഹെവി വർക്ക് ലൈക്ക് ഫെച്ചിങ് വാട്ടർ, ഫ്യൂവൽ, ഫോർഡ്, ഫാം ലേബർ, ഹൗസ് ഹോൾഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ വർക്ക് എന്താണ്, അൺപെയ്ഡ് ആണ്, അൺറെക്കഗ്നൈസ്ഡ് ആണ്, ആൻഡ് നോട്ട് കൗണ്ടഡ് ഇൻ ദ നാഷണൽ ഇൻകം. ഇനി ഡെമോഗ്രാഫിക് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ വുമൺ ആണ് പോപ്പുലേഷൻ്റെ 48%. ഇതിൽ തന്നെ 72% സ്ത്രീകളും റൂറൽ ഏരിയാസിലാണ് ജീവിക്കുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷവും ഇവർ നെഗ്ലക്റ്റും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ് എന്താണ്, വുമണിന് ലോവർ ഇൻകം ആണുള്ളത്, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഇവരെ എംപവർ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് എഡ്യൂക്കേഷൻ, നോളജ് ആൻഡ് ഇൻഫർമേഷൻ, സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യണം, സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്കും എക്കണോമിക് ഗ്രോത്തിലേക്കും കൾച്ചറൽ പ്രോഗ്രസ്സിലേക്കും. അപ്പോൾ ഇമ്പാക്ട് ഓഫ് വുമൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ ആയിരിക്കും. ഇറ്റ് ഷുഡ് ബെനിഫിറ്റ് ദ ഫാമിലി ആൻഡ് സൊസൈറ്റി. ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ബോയ്സിനാണ് പലപ്പോഴും എഡ്യൂക്കേഷനിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്. ഈവൻ ലെസ് കാപ്പബിൾ ആയിട്ടുള്ള ബോയ്സിന് പോലും ബെറ്റർ ആക്സസ് കിട്ടുന്നുണ്ട് എഡ്യൂക്കേഷനിലേക്ക്. റിസൾട്ട്സ് ഇൻ ലോവർ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്. അതായത് ആകെ നമ്മുടെ ജനസംഖ്യയിൽ ഒരു ജെൻഡർ കംപ്ലീറ്റ്ലി ഈ ഇൻകം ഏർണിംഗ് ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അത് പലപ്പോഴും ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിൽ വളരെ കുറവ് മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ റിഡ്യൂസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ആണ്, ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് പോലും കൊടുക്കുന്നത്. അടുത്തതാണ് ചാപ്റ്റർ 4, ജെൻഡർ സെൻസിറ്റിവിറ്റി ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഇത് പലപ്പോഴും 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ജെൻഡർ സെൻസിറ്റിവിറ്റി? അപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ അവയർനെസ് ഓഫ് ഹൗ സൊസൈറ്റി തിങ്സ് ആൻഡ് കൺസ്ട്രക്ട്സ് ജെൻഡർ റോൾസ്. ആദ്യം ഇവിടെ ഉണ്ടാകുന്നത് ഒരു അവയർനെസ് ആണ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ചൊരു ഒരു ബോധം ഉണ്ടായിരിക്കുക, അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കുക. ഓഫ് ഹൗ സൊസൈറ്റി തിങ്സ് ആൻഡ് കൺസ്ട്രക്ട്സ് ജെൻഡർ റോൾസ്. ജെൻഡർ റോൾസിനെ എങ്ങനെയാണ് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവുക. ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് അവോയ്ഡ് ബ്ലൈൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ട്രഡീഷണൽ ബിലീഫ്സ്. ട്രഡീഷണൽ ആയിട്ട് പല ബിലീഫ് ഉണ്ടാവും, അതിനെ കണ്ണും പൂട്ടി അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം എങ്ങനെയാണ് സൊസൈറ്റി ജെൻഡറിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സൊസൈറ്റി ജെൻഡറിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? പല ഔട്ട്ഡേറ്റഡ് അസംഷൻസും ഉണ്ട് അബൌട്ട് ഹൗ വാട്ട് മെൻ ആൻഡ് വുമൺ ഷുഡ് ഡു. അതിനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ബിഹേവിയർ ആണ്. പിന്നെ ലാംഗ്വേജ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ നോക്കുകയാണെങ്കിൽ ജെൻഡർ സെൻസിറ്റിവിറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൽ പോലും ജെൻഡർ സെൻസിറ്റീവായിട്ട് എങ്ങനെ സംസാരിക്കാം? ത്രൂ കെയർഫുൾ വേർഡ് ചോയ്സ്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ടേം കണ്ടു നമ്മൾ, ഈവൺ ലെസ് കാപ്പബിൾ ബോയ്സ് ഗെറ്റ് ബെറ്റർ ആക്സസ് ടു എഡ്യൂക്കേഷൻ. അത് ആക്ച്വലി ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ചോയ്സ് അല്ല, ബട്ട് ദാറ്റ്സ് റിട്ടൺ ഇൻ ദ ടെക്സ്റ്റ്, ദാറ്റ്സ് വൈ റിപ്പീറ്റഡ്. സോ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ജെൻഡർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എ പെർട്ടിക്കുലർ ജെൻഡർ, ഇറ്റ്സ് അബൌട്ട് ബോത്ത് ജെൻഡർ അല്ലേ. സോ ഈവൻ ഇപ്പോൾ അവിടെ വുമൺ ആണെങ്കിൽ ഈവൻ
ലെസ് ക്യാപ്പബിൾ. വി കനോട്ട് സേ ദാറ്റ് ഹു ഈസ് ക്യാപ്പബിൾ ഹു ഈസ് നോട്ട് ക്യാപ്പബിൾ എന്നുള്ളത് നമുക്കങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ കെയർഫുൾ ആയിട്ടുള്ള വേർഡ് ചോയ്സ് വേണം. പീപ്പിൾ ആർ എൻകറേജ്ഡ് ടു യൂസ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യണം. ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻ ഓർ ലിമിറ്റ് ജെൻഡർ. ഒരിക്കലും ജെൻഡർ ഇതാണ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാനോ ലിമിറ്റ് ചെയ്യാനോ പറ്റില്ല. മെനി ജെൻഡറൽ ന്യൂട്രൽ ടേംസ് ഇപ്പോൾ എമേർജ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. ആ ബയസ്ഡ് എക്സ്പ്രഷൻസിനൊക്കെ മാറ്റിയിട്ട് നമുക്കറിയാം ഇപ്പോൾ ചെയർമാൻ എന്ന് പറയുന്ന ഒരു ടേമില്ല, വി യൂസ് ദ ടേം ചെയർപേഴ്സൺ. അപ്പോൾ അത് ബോത്ത് ജെൻഡറിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ. സോ കമ്പയർഡ് ടു വെസ്റ്റേൺ ലാംഗ്വേജസ്, ഇപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജസിൽ എന്തുണ്ട്, ഒരു ജെൻഡർ ന്യൂട്രൽ വൊക്കാബുലറിയുടെ ഒരു കുറവുണ്ട്. അപ്പോൾ ആ ഇൻക്ലൂഷനെ ഡിഫിക്കൽട്ട് ആക്കുന്നുണ്ട്. ഇപ്പം മലയാളത്തിലൊക്കെ ആണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മലയാളം ലാക്സ് എ ന്യൂട്രൽ ടേം ഫോർ ടീച്ചർ. അപ്പോൾ വി നോ ദാറ്റ് ടീച്ചർ എന്നുള്ളതിന് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. പക്ഷെ ഗുരു എന്ന് പറയുന്ന വേർഡിന് എന്തില്ല, ഒരു ഫീമെയിൽ ടേം ഇല്ല, നോട്ട് ഇവൺ ഇൻ മലയാളം ഓർ എനി അതർ റീജിയണൽ ലാംഗ്വേജസ്. ആൻഡ് ടീച്ചർ എന്ന് പറയുന്ന വേർഡിന് തന്നെ നമ്മൾ ഫീമെയിൽ ടീച്ചർ, മെയിൽ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേംസ് ആണ് വി യൂസ്. അതുപോലെ തന്നെ അധ്യാപിക, അധ്യാപകൻ. അപ്പോൾ അതിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ മെയിലാണ്, അധ്യാപിക എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണ് നമുക്കറിയാൻ പറ്റും. പക്ഷെ അവിടെ ഇങ്ങനെ ജെൻഡർ സ്പെസിഫിക് അല്ലാത്ത ഒരു ന്യൂട്രൽ ടേം മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ലാംഗ്വേജ് ആൻഡ് ജെൻഡർ ബയസ്. ഫോർ സെഞ്ചുറീസ് ലാംഗ്വേജ് യൂസ്ഡ് മെയിൽ സെൻട്രിക് ടേംസ് ആണ് യൂസ് ചെയ്തിരുന്നത് ടു റെപ്രസെൻറ്റ് ഓൾ ഹ്യൂമൻസ്. മാൻകൈൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പലപ്പോഴും അതിലെന്താണ് സിംബോളിക്കലി വുമൺ ആർ എക്സ്ക്ലൂഡഡ്. കാരണം ഇത് മനുഷ്യനെക്കുറിച്ചും മനുഷ്യത്വം, മനുഷ്യാവകാശം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓൺലി ടോക്കിംഗ് അബൌട്ട് ദ മാൻ. അപ്പോൾ ആർഗ്യൂ ചെയ്യുന്നത് ഈ ടേംസ് എന്ത് ചെയ്യണം, വുമണിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊരു നെഗറ്റീവ് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും വുമണിൻ്റെ പ്രസൻസ് ആൻഡ് ഐഡൻറ്റിറ്റി ഇൻ ദ സൊസൈറ്റിയെ അണ്ടർ വാല്യൂ ചെയ്യുന്നുണ്ട്, അതിനെ വില കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ ട്രൂ ജെൻഡർ സെൻസിറ്റിവിറ്റി എങ്ങനെയായിരിക്കണം, ഒരു ലാംഗ്വേജ് എല്ലാ ജെൻഡറിനെയും ഈക്വൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സിനെയും സോഷ്യൽ റിയാലിറ്റിനെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് ലാംഗ്വേജ്. അപ്പോൾ മേക്കിംഗ് വുമൺ ഇൻവിസിബിൾ ഇൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് പലപ്പോഴും റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അവർക്കൊരു ലോവർ സ്റ്റാറ്റസും ഡിസ്ക്രിമിനേഷനിലേക്കുമാണ് ലീഡ് ചെയ്യുന്നത്. എക്സ്ട്രീം കേസസിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മുൻവിധി വയലൻസിലേക്കും ഇൻഇക്വാലിറ്റി അഗെയിൻസ്റ്റ് വുമണിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ചേഞ്ചസ് ഇൻ ലാംഗ്വേജ് ഫോർ ഇൻക്ലൂസീവ്നെസ്, എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ലാംഗ്വേജിൽ കൊണ്ടുവരാം. സോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബയസ്ഡ് വേർഡ്സിനൊക്കെ റീപ്ലേസ് ചെയ്യുക, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് കൊണ്ടുവരാം. ഇപ്പോൾ മാൻ കൈൻഡ് എന്നുള്ളതിന് പകരം ഹ്യൂമൻ കൈൻഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക, ചെയർമാന് പകരം ചെയർപേഴ്സൺ യൂസ് ചെയ്യുക. ചില ആക്ടംസ് ഒക്കെ ഉണ്ട് ഹെർ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് വുമണിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പോഴും അത് ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമുക്കറിയാം വാഴ 3 എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ബയോപിക് ഓഫ് എ മില്യൺ ഓഫ് ഗേൾസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വന്നപ്പോൾ തന്നെ ഹൗ ദ സൊസൈറ്റി റിയാക്റ്റഡ്, how the society was really cruel in commenting about that particular topic എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ്. അപ്പോൾ ബെസ്റ്റ് അപ്രോച്ച് എന്താണ്, ന്യൂട്രൽ ടേംസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഷുഡ് ട്രീറ്റ് എവരി വൺ ഈക്വലി. അതായത് ഈ ഇൻക്ലൂസീവ്നെസ്സിന് വേണ്ടി ആദ്യം വന്നൊരു ടേം പലതിനും ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഫീമെയിലിന് വേണ്ടി സെപ്പറേറ്റ് ടേം വേണമെന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് ആദ്യം വന്നത്. എന്നാണ് ഞാൻ ഗുരുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഗുരു എന്ന് പറയുമ്പോൾ അവിടെ പുരുഷന് മാത്രമേ ടേമുള്ളൂ, സ്ത്രീകൾക്ക് ടേമില്ല. പിന്നീട് വന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ സെപ്പറേറ്റ് ടേംസ് വേണ്ട, ന്യൂട്രൽ ടേംസ് മതി, ഒരൊറ്റ ടേം മതി. അധ്യാപകൻ അധ്യാപിക എന്ന് പറയുന്ന 2 ടേംസ് സെപ്പറേറ്റ് വേണ്ട, ഒരൊറ്റ ടേം മതി എന്നുള്ളതാണ് പറയുന്നത്. ഒക്യുപ്പേഷണൽ ടേംസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർ ഫൈറ്റർ എന്നുള്ളത് ഫയർമാൻ എന്നുള്ളതിന് പകരം ഫൈറ്റർ ആയിട്ടുണ്ട്, പോലീസ് ഓഫീസർ എന്നായിട്ടുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് പോലീസ്മാൻ. ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ പ്രൊനൗൺ യൂസേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രൊനൗൺസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ അവോയ്ഡിങ് ജെൻഡർ ബയസ്. റൈറ്റേഴ്സ് അഡോപ്റ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് യൂസിങ് ബോത്ത് ഹി ഓർ ഷീ. നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ ബോത്ത് ഹി ഓർ ഷീ എന്ന് പറയുക, പ്ലൂറൽ പ്രൊനൗൺസ് യൂസ് ചെയ്യുക, ദേ ഓർ ദം എന്നുള്ളത് യൂസ് ചെയ്യുക, ന്യൂട്രൽ വേർഡ്സ് ലൈക്ക് വൺ എന്നുള്ളത് യൂസ് ചെയ്യുക, ഒരാൾ എന്നുള്ളത് പറയുക, അല്ലാതെ അവൻ അവൾ എന്ന് പറയാതെ ഒരാൾ എന്നുള്ളത് പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ അവനോ അവളോ എന്നുള്ള കാര്യങ്ങൾ പറയുക. പ്ലൂറൽ പ്രൊനൗൺസ് യൂസ് ചെയ്യുക, അവർ അവരുടെ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അപ്രോപ്രിയേറ്റ് പ്രൊനൗൺസ് ചൂസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു അവയർനെസ്സും കോൺഷ്യസ് എഫേർട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജെൻഡർ സെൻസിറ്റീവ് റൈറ്റിംഗും എന്ത് പറയുന്നുണ്ട്, നോ ജെൻഡർ ഈസ് എക്സ്ക്ലൂഡഡ് ഓർ അസ്യൂംഡ്. ഒരു ജെൻഡറിനെയും എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല, അസ്യൂം ചെയ്തിട്ടില്ല, ഇങ്ങനെയാണെന്ന് അസ്യൂം ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് ജെൻഡർ സെൻസിറ്റിവിറ്റി? ഇപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ റിജിഡ് ആൻഡ് സ്റ്റീരിയോടിപ്പിക്കൽ തിങ്കിങ് ഉണ്ട് അബൌട്ട് ജെൻഡർ റോൾസ്, അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആൻഡ് സോഷ്യലി കൺസ്ട്രക്ട് ആവും ഈ ജെൻഡർ റോൾസ്. ഇപ്പോൾ സ്റ്റേ അറ്റ് ഹോം പാരൻറ്റ് എന്നുള്ളത്
ഒരു സ്ത്രീ മാത്രം ആവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി എ ഫാദർ. അപ്പോൾ എൻകറേജസ് പീപ്പിൾ ടു സീ ഇൻഡിവിജ്വൽസ് വിത്ത് യുണീക്ക് എബിലിറ്റീസ്. ഒരു ഫിക്സഡ് റോൾ കൊടുക്കുന്നില്ല, ഓരോരുത്തരും അവരുടെ എബിലിറ്റി അനുസരിച്ചിട്ടുള്ളത് ചെയ്യട്ടെ. ഇക്വാലിറ്റി, ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഓൾ ജെൻഡേഴ്സ്. ഒരു എഡ്യൂക്കേഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെൻറ്റിൽ ഒരു കീ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 അനുസരിച്ച് എല്ലാ ടെക്സ്റ്റ് ബുക്സും ടീച്ചിങ്ങും ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കണം. അടുത്ത ടോപ്പിക്കാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഈ ഒരു ടെക്സ്റ്റിൽ ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് അസംഷൻസ് ഉണ്ടാക്കുക അബൌട്ട് ഓൾ മെമ്പേഴ്സ് ഓഫ് എ ജെൻഡർ. ഒരു പർട്ടിക്കുലർ ജെൻഡറിലെ എല്ലാ മെമ്പേഴ്സിനെ കുറിച്ചും ഒരു ജനറലൈസ്ഡ് അസംഷൻസ് ഉണ്ടാക്കുക. ഈ അസംഷൻസ് സോഷ്യൽ ബിലീഫ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിനെ ബേസ് ചെയ്തിട്ടല്ല. ഇപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് സിംപ്ലിഫൈ റിയാലിറ്റി ബട്ട് ദേ ഓഫൻ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബയസ്. ഇപ്പോൾ സ്റ്റീരിയോ ടൈപ്സ് ചിലപ്പോൾ റിയാലിറ്റിനെ സിംപ്ലിഫൈ ചെയ്യായിരിക്കും, പക്ഷെ പലപ്പോഴും ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ബയസും ഉണ്ടാവുന്നുണ്ട്. ഇത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. വെദർ ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് രണ്ടും എന്താണ്, ഹാംഫുൾ ആവാം. ഇനി ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ, സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് റോൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ബോത്ത് മെൻ ആൻഡ് വുമണിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വുമൺ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ മിലിറ്ററി അല്ലെങ്കിൽ കോമ്പാറ്റ് റൂൾസിന് സ്യൂട്ടബിൾ അല്ല. മെന്നിന് ആകെ ഇൻട്രസ്റ്റ് സ്പോർട്സിൽ അല്ലെങ്കിൽ ഇമോഷണൽ സ്പോർട്സിലാണ് ആൻഡ് നോട്ട് ഇൻ ഇമോഷണൽ റോൾസ്. അതായത് നമ്മളിപ്പം മെൻ ഡോണ്ട് ക്രൈ, അതൊക്കെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിങ്ങിൻ്റെ ഭാഗമാണ്. ഇഫ് ദേ വാണ്ട് ടു ക്രൈ ലെറ്റ് ദം. അത് നമ്മൾ ചെറുപ്പം മുതലേ ആൺകുട്ടികൾ കരയാറില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അവരെ കംപ്ലീറ്റ്ലി ഒരു ഇമോഷണൽ ഇത് വരുമ്പോൾ അവർക്കിപ്പോൾ എന്താ കരഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ലീഡ് ചെയ്യാണ്. അപ്പോൾ ലെറ്റ് ദം ക്രൈ ഇഫ് ദേ വാണ്ട് ടു എന്നുള്ളതാണ്. ദീസ് ഐഡിയാസ് ആർ നോട്ട് യൂണിവേഴ്സലി ട്രൂ. അത് ട്രൂ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ ദേ ഇഗ്നോർ ദ റിയൽ ഡൈവേഴ്സിറ്റി. ഇപ്പോൾ മോഡേൺ റിയാലിറ്റി പറയുന്നത് വുമണിന് ഈക്വൽ റോൾസ് തന്നെ ഉണ്ട്. ഡിഫൻസിലാണെങ്കിലും ലീഡർഷിപ്പിലാണെങ്കിലും മെന്നിനും കെയർ ഗീവിങ് ഇമോഷണൽ റോൾസിൽ വർക്ക് ചെയ്യാമെന്നുള്ളതാണ് റിയാലിറ്റി. ഇനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്സ്. നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി തന്നെ ഹാംഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, വുമൺ ആർ വീക്ക്, മെൻ ആർ അഗ്രസീവ്. പോസിറ്റീവ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അപ്പിയർ ഗുഡ്. നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നത് വലിയ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും, പക്ഷെ അതും ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പോൾ വുമൺ ആർ നാച്ചുറലി കെയറിങ്. വുമൺ നാച്ചുറലി കെയറിങ് ആണ്, കെയർ ഗീവേഴ്സ് ആണ്, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു ഓക്കെ, പക്ഷെ നമ്മളെ ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സമൂഹത്തിൻ്റെ ശ്രമം കൂടിയാണ്. പിന്നെ അടുത്താണ് മെൻ ആർ നാച്ചുറൽ പ്രൊവൈഡേഴ്സ്. ഒരു പുരുഷനാണ് ഒരു വീട് നോക്കുന്നത്, ഒരു കുടുംബം നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇറ്റ് സീംസ് ഗുഡ്, പക്ഷെ അതും ലിമിറ്റിംഗ് ആണ്. അപ്പോൾ പോസിറ്റീവ് സ്റ്റീരിയോ ടൈപ്സും പലപ്പോഴും ഫ്രീഡം ആൻഡ് ഇൻഡിവിജ്വാലിറ്റിയെ റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇത് എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാണ് ദാറ്റ് ഇൻഡിവിജ്വൽ മസ്റ്റ് ഫോളോ. ലിമിറ്റേഷൻസ് ആൻഡ് എഫക്ട്സ് ഓഫ് സ്റ്റീരിയോ ടൈപ്സ്. സോ ഇൻഡിവിജ്വൽ ഡിഫറൻസസും കാപ്പബിലിറ്റീസും ഇഗ്നോർ ചെയ്യുന്നുണ്ട് സ്റ്റീരിയോ ടൈപ്സ്. ഒരു റിജിഡ് ജെൻഡർ റോളിലേക്ക് ആളുകളെ തള്ളിവിടുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ എഡ്യൂക്കേഷൻ, ജോബ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിനെ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റും, തെറ്റാണെന്ന് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ലീഡർഷിപ്പിലും കോമ്പാക്റ്റിലും ഒക്കെ എക്സൽ ചെയ്യുന്ന വുമൺ ഉണ്ട് അല്ലേ. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ലീഡേഴ്സ് എല്ലാവരും തന്നെ ലേഡീസ് ആയിരുന്നു. അപ്പം മെൻ ഫെയിലിംഗ് ടു മീറ്റ് പ്രൊവൈഡർ എക്സ്പെക്ടേഷൻസ്, അതായത് ഇതിനെ മെൻ ആർ നാച്ചുറലി പ്രൊവൈഡേഴ്സ്, പക്ഷെ എല്ലാവരും ആ പ്രൊവൈഡർ ആണോ എന്ന് ചോദിച്ചാൽ വി കനോട്ട് കംപ്ലീറ്റ്ലി സേ. വി ഹാവ് ഹേർഡ് ദ കേസസ് ഓഫ് മെൻ ഹു ആർ കില്ലിങ് ദെയർ ഓൺ ചിൽഡ്രൻ. സ്വന്തം ഭാര്യയെ കൊല്ലുന്ന, മക്കളെ കൊല്ലുന്ന, അല്ലെങ്കിൽ ജോലിക്ക് പോവാത്ത മെൻ ഓൾസോ എക്സിസ്റ്റ്. അപ്പോൾ പ്രൊവൈഡർ എക്സ്പെക്ടേഷൻസിനും എതിരായിട്ട്, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു, വീട് നോക്കുന്നു, കുടുംബം നോക്കുന്നു, അതിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ഇൻഇക്വാലിറ്റിയും സോഷ്യൽ ഇംബാലൻസിനെയുമാണ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻക്ലൂഷനെയും ഇക്വാലിറ്റിയും ഫെയർനെസ്സിനെയാണ്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണ്, ബയസിനെയും റെസ്ട്രിക്ഷനെയും ഇൻഇക്വാലിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സൊസൈറ്റി ഈ സ്റ്റീരിയോ ടൈപ്സിനെ നമ്മുടെ ഇടയിൽ നിന്നും റിമൂവ് ചെയ്യണം. To rational and inclusive thinking, education and language should play a key role in changing gender perceptions. അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 5, പെർസ്പെക്റ്റീവ്സ് ഓൺ ജെൻഡർ. സോ ദിസ് ഈസ് എ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ദിസ് യൂണിറ്റ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ ജെൻഡർ ആണ്. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, പേഴ്സണൽ ഐഡൻറ്റിറ്റി ആണ്, ആൻഡ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് റിലേഷൻഷിപ്പ് within the same gender, showing that gender is a very complex social construct. അതായത് മെൻ ആൻഡ് വുമണിൻ്റെ ഇടയിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, പേഴ്സണൽ ഐഡൻറ്റിറ്റി, സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് മാത്രമല്ല, സെയിം ജെൻഡറിൻ്റെ ഉള്ളിലും പല റിലേഷൻഷിപ്സും വരാം.
ഇറ്റ് മീൻസ് ഹൗ വി ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മുൻപ് തന്നെ പറഞ്ഞു ഇത് ബയോളജിക്കലാണ്, സെക്സ് ഈസ് ബയോളജിക്കൽ, ജെൻഡർ ഈസ് സോഷ്യൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒരു ബയോളജിക്കൽ ബേസ് ആയിട്ട് മാത്രം കാണുന്നില്ല. ഇതൊരു ഡൈനാമിക് ഇൻട്രാക്ഷൻ ഓഫ് ജീൻസ് ആൻഡ് ക്രോമസോംസ് ആണ്, ഹോർമോൺസ് ആൻഡ് ഫിസിയോളജി ആണ്, എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ റെസിപ്രോക്കൽ ആണ്, ലൂപ്പ് ബാക്ക് എഫക്ട്സ് ഉണ്ട്. മീനിങ് ബയോളജിയും സൊസൈറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സെക്സ് ബയോളജിക്കൽ ആണെങ്കിലും ജെൻഡർ സോഷ്യൽ ആണെങ്കിലും ഇത് കണക്റ്റഡ് ആണ്, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, റെസിപ്രോക്കൽ ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് സോഷ്യലി കൺസ്ട്രക്റ്റഡുമാണ്, അതുപോലെ തന്നെ ബയോളജിക്കലി ഇൻഫ്ലുവൻസ്ഡും ആണ്. നമ്മൾ നമ്മുടെ ഇമോഷൻസും എക്സ്പീരിയൻസും ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെയാണ് ഇപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫെമിനിസ്റ്റ് എംഫസൈസ് ദാറ്റ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല, പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചറൽ ഇഷ്യൂസ് ആണ്. അതായത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, സമൂഹത്തിനാകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇപ്പോൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഡീപ്ലി എംബഡഡ് ഇൻ മേജർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പോൾ ഈ ഇൻഇക്വാലിറ്റി നമുക്ക് എല്ലാവരുടെയും കാണാം. ഫാമിലി ആൻഡ് മാരേജ് സിസ്റ്റംസിൽ നമുക്ക് കാണാം, എക്കണോമിക് സ്ട്രക്ചേഴ്സ് ആൻഡ് വർക്ക് പ്ലേസിൽ കാണാം, പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആൻഡ് ഗവേണൻസിൽ കാണാം, റിലീജിയൻ ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസിൽ കാണാം, ആർട്സ്, മീഡിയ ആൻഡ് ലാംഗ്വേജിൽ കാണാം. അപ്പോൾ ഈവൻ എവരിഡേ ലാംഗ്വേജ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജെൻഡർ ഇൻഇക്വാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കളക്റ്റീവായിട്ട് സൊസൈറ്റിയിൽ മൊത്തം നടക്കേണ്ട ഒരു ചേഞ്ചാണ്, ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ മാത്രം ചുമതലയല്ല. അപ്പോൾ ഫെമിനിസ്റ്റ് തിയറീസ് പല മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സും ഈ ജെൻഡർ ഇൻഇക്വാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് പെർസ്പെക്റ്റീവാണ്, ഒന്ന് ലിബറൽ പെർസ്പെക്റ്റീവും മറ്റൊന്ന് റാഡിക്കൽ പെർസ്പെക്റ്റീവും. അപ്പോൾ ഇതും 2 മാർക്സിനും 4 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലിബറൽ പെർസ്പെക്റ്റീവ്, അപ്പോൾ ലിബറൽ ഫെമിനിസം ആർഗ്യൂ ചെയ്യുന്നത് ജെൻഡർ ഡിഫറൻസസ് ബയോളജീനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, ബയോളജിക്കൽ ബേസ് മാത്രമല്ല, അത് സോഷ്യലി കൺസ്ട്രക്റ്റഡും കൂടിയാണ്. ജെൻഡർ സ്ത്രീ പുരുഷൻ തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് അത് ബയോളജിക്കൽ മാത്രമല്ല, അത് സോഷ്യലി കൺസ്ട്രക്റ്റഡും കൂടിയാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് മെൻ ആൻഡ് വുമൺ ദേ ഹാവ് എ കോമൺ ഹ്യൂമൻ നേച്ചർ, അവർക്കൊരു കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ നേച്ചർ ഉണ്ട്. ആൻഡ് ബയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് ഇൻഇക്വാലിറ്റിയെ ജസ്റ്റിഫൈ ചെയ്യരുത്, അത് കറക്റ്റ് ആണെന്ന് പറയരുത്. മെൻ ആൻഡ് വുമൺ ദേ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി അണ്ടർ ദ ലോ ആൻഡ് ഇൻ സൊസൈറ്റി. നിയമത്തിന് മുന്നിലും സമൂഹത്തിന് മുന്നിലും ഈക്വൽ ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പം മെയിൻ ഐഡിയാസ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം രണ്ട് ജെൻഡേഴ്സിനും, ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതുപോലെ തന്നെ മെറിറ്റിലും ഇൻഡിവിജ്വൽ കാപ്പബിലിറ്റിയിലുമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ ദി ജെൻഡർ. പിന്നെ വിസിബിൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏരിയാസ് ഓഫ് കൺസേൺ ആയി പറയുന്നത് വർക്ക് പ്ലേസിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അൺഈക്വൽ വേജസ് ആൻഡ് പേ ഗ്യാപ്സ്, ലിമിറ്റഡ് ആക്സസ് ടു ലീഡർഷിപ്പ് റോൾസ്, അതുപോലെ തന്നെ ടു ബ്രിങ് വുമൺ ഇൻ ടു ഡിസിഷൻ മേക്കിംഗ് പൊസിഷൻസ് ലൈക്ക് ഗവൺമെൻറ്, പ്രൊഫഷൻസ് ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോംസ് കൊണ്ടുവരിക ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി. കീ സ്ട്രാറ്റജിയിൽ വരുന്നതാണ് ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ലോസ് കൊണ്ടുവരിക, അഫർമേറ്റീവ് ആക്ഷൻ പോളിസീസ് കൊണ്ടുവരിക, ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാംസ് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ ഫോർമൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ത്രൂ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ സർഫേസ് ലെവൽ ഇൻഇക്വാലിറ്റി മാത്രമാണ് ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഡീപ്പ് റൂട്ടഡ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോസസ് ഓഫ് ഇൻഇക്വാലിറ്റി ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ ഈക്വൽ ആക്കുക എന്നുള്ളത് മാത്രമാണ് ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തതാണ് സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് തിയറി ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ക്ലാസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സൊസൈറ്റിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്, ദാറ്റ് മീൻസ് ദ ഓണേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, വർക്കിംഗ് ക്ലാസ് ഓർ ദി പ്രോലറ്ററേറ്റ്, അതായത് ലേബേഴ്സ്. അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് മെന്നിനും വുമണിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വുമണും ഇതിന് പുറമെ അഡീഷണൽ ഇൻഇക്വാലിറ്റീസ് ഫേസ് ചെയ്യുന്നുണ്ട്. വുമൺ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി, ഇപ്പോൾ ഹിസ്റ്റോറിക്കലി അവർക്ക് ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, അവരുടെ ഇൻകമിൽ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല. ഈവൺ അവർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും പലപ്പോഴും അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്തിരുന്ന അവരുടെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പോൾ വുമൻ്റെ എക്കണോമിക് പൊസിഷൻ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആൻഡ് സബോർഡിനേറ്റ് ആയിരുന്നു. ഇനി ഡൊമസ്റ്റിക് ലേബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാർക്സ് ഇനീഷ്യലി ഇഗ്നോർഡ് ഹൗസ് വൈഫ് വർക്ക് ഇൻ എക്കണോമിക് അനാലിസിസ്. അതായത് ഹൗസ് വൈഫ് ആയിരിക്കുക എന്നുള്ളത് കാർൽ മാർക്സ് അത്ര കൺസെപ്റ്റ് ഇരുന്ന കാര്യമല്ല. അപ്പോൾ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ഹൈലൈറ്റഡ് ദ ഡൊമസ്റ്റിക് ലേബർ എന്താണ്, അൺപെയ്ഡ് ആണ്, പക്ഷേ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫങ്ഷനിങ് ഓഫ് ക്യാപിറ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഹൗസ് വൈഫ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ലേബർ ഫോഴ്സിനെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് വർക്കേഴ്സിനെ. അതുകൊണ്ട് ഡൊമസ്റ്റിക് വർക്കും എക്കണോമിക് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇനി വുമൻ്റെ ഡുവൽ ബെഡ്, അതായത് വുമൺ കുക്ക് ചെയ്യുകയും
ആവശ്യത്തിനുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണല്ലോ ദ മെയിൽ മെമ്പേഴ്സ് ക്യാൻ ഗോ ഔട്ട്സൈഡ് ആൻഡ് ദേ ക്യാൻ ഡു ദ വർക്ക്. അപ്പോൾ ഇൻഡയറക്ട്ലി ആ എക്കണോമിക് പ്രൊഡക്ഷനിലേക്ക് ആരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? വുമണും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വുമൺസ് ഡ്വൽ ബർഡൻ, വുമൺ പെർഫോം ബോത്ത്. അവർ അൺപെയ്ഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വർക്കാണ് ആൻഡ് ദേ ആർ ഓൾസോ ഡൂയിങ് പെയ്ഡ് വർക്ക് ഔട്ട്സൈഡ് ദ ഹോം. വീടിനുള്ളിൽ അൺപെയ്ഡ് വർക്കും ചെയ്യുന്നുണ്ട്, പുറത്ത് പെയ്ഡ് ആയിട്ടുള്ള വർക്കും ചെയ്യുന്നുണ്ട്. ഇത് അവർക്ക് ഡബിൾ ബർഡൻ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡബിൾ എക്സ്പ്ലോയിറ്റേഷനിലൂടെയാണ് അവർ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ലോവർ ഇൻകം ഫാമിലീസിലൊക്കെ ആണെങ്കിൽ ഇവർ ഡൊമസ്റ്റിക് വർക്ക് മാത്രമല്ല ചെയ്യുന്നുണ്ടാവുക, ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ടാവും, ഡൊമസ്റ്റിക് ലേബർ ചെയ്യുന്നുണ്ടാവും, പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്നുണ്ടാവും. സംടൈംസ് ഈ ഹോം എന്ന് പറയുന്നതിൻ്റെ ഒരു സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ചിൽഡ്രനും ഈ ഫാമിലി ലേബർ ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ ഒരു സൈറ്റ് ഓഫ് ഒപ്രഷൻ ആണ്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകളാണെന്ന് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എക്കണോമിക് ഡിപ്പെൻഡൻസ് ആണ്, കൺട്രോൾ ആൻഡ് സബോർഡിനേഷൻ ഓഫ് വുമൺ ആണ്. അപ്പോൾ വുമന്റെ വർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത് ഫാമിലിയെയും ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ്. ഒരിക്കലും അവർ ചെയ്യുന്ന വർക്കിന്, ഡൊമസ്റ്റിക് വർക്ക് ആണെങ്കിലും ഔട്ട്സൈഡ് വർക്ക് ആണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു ബെനിഫിറ്റ് ഇല്ല. വുമൺ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും ദേ ആർ സ്റ്റിൽ ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി മെയിൽ അതോറിറ്റി. ഇപ്പോൾ ഇവിടെ കീ ആർഗ്യുമെന്റ്സ് ആയിട്ട് പറയുന്നത് ജെൻഡർ ഇൻഇക്വാലിറ്റി നമുക്ക് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനായിട്ട് കണക്ട് ചെയ്യാം, പാട്രിയാർക്കൽ കൺട്രോളുമായിട്ടും കണക്ട് ചെയ്യാം. ഇപ്പോൾ ട്രൂ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് സോഷ്യൽ സിസ്റ്റംസിലും കൂടെ ചെയ്യും. അടുത്തതാണ് റാഡിക്കൽ പെർസ്പെക്റ്റീവ്സ്. റാഡിക്കൽ ഫെമിനിസം പറയുന്നത്, ഇപ്പോൾ റാഡിക്കൽ ഫെമിനിസം എമേർജ് ചെയ്തത് വളരെ സ്മോൾ ആൻഡ് ലീഡർലെസ്, പ്രത്യേകിച്ച് ഒരു ലീഡർ ഒന്നുമില്ല, വുമൺ ഓൺലി ഗ്രൂപ്പ്സിൽ നിന്നാണ്. അവരൊരു കോൺഷ്യസ്നെസ് റേസിംഗ് ഗ്രൂപ്പ്സ് ആയിരുന്നു. അതായത് കോൺഷ്യസ്നെസ് റേസിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അവരവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആസ് എ വുമൺ ഇൻ ഡെയിലി ലൈഫ് അവർ ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ പല ഡിസ്കഷൻസും കടന്നു വന്നു. ഹൗസ് ഹോൾഡ് ലേബറിനെ കുറിച്ച്, ഡൊമസ്റ്റിക് ബർഡനെ കുറിച്ച്, ഹൗ ദേ ആർ സപ്പോസ് ടു സെർവ് മെൻസ് ഇമോഷണൽ ആൻഡ് സെക്ഷൽ നീഡ്സ്, മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് മെനോപോസ്. ഇപ്പോൾ ഈ എവരിഡേ എക്സ്പീരിയൻസസ് റിവീൽ ചെയ്തൊരു കാര്യം, ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഡിസ്ക്രിമിനേഷൻ മാത്രമല്ല, അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ അല്ല, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സിസ്റ്റം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി എന്നുള്ളൊരു അറിവ് അവർക്ക് വരികയാണ്. അപ്പോൾ റാഡിക്കൽ ഫെമിനിസം ഈ ഇൻഇക്വാലിറ്റിയിൽ നിന്നും, ആ ഇൻഇക്വാലിറ്റിയിലാണല്ലോ ഇപ്പോൾ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റാഡിക്കൽ ഫെമിനിസം ആ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നും ഈ ഓപ്പറേഷനിലേക്കും പവർ റിലേഷനിലേക്കും ശ്രദ്ധ തിരിച്ചിട്ടുള്ള ഒന്നാണ്. ഇവരുടെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത്, സെൻട്രൽ ഫോക്കസ് പാട്രിയാർക്കിയാണ്. പാട്രിയാർക്കി മീൻസ് ദ മെയിൽ ഡോമിനൻസ് ഓവർ വുമൺ. അപ്പോൾ പാട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സിസ്റ്റം ഓഫ് പവറാണ്. ഇത് എല്ലാ സൊസൈറ്റിയിലും പ്രസൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രൈവറ്റ് സ്പിയറിലുണ്ട്. പ്രൈവറ്റ് സ്പിയർ എന്ന് പറഞ്ഞാൽ ഫാമിലി, മാരേജ്, ഡൊമസ്റ്റിക് ലൈഫിലുണ്ട്. പബ്ലിക് സ്പിയറിലുണ്ട്, വർക്ക് പ്ലേസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് കാണാം. ഇപ്പോൾ പാട്രിയാർക്കി എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് കൺട്രോൾ ഓവേഴ്സ്, സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിനെ കുറിച്ചുള്ള സ്വാതന്ത്ര്യം, സെക്ഷുവാലിറ്റി, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം മാരിറ്റൽ റേപ്പ് എന്നൊക്കെ കേട്ട് കാണാം. അപ്പോൾ അതൊക്കെ ഇപ്പോഴും അലൗഡ് ആണ്, നിയമപരമായിട്ട് തന്നെ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ ഇന്ത്യ. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിപ്പെൻഡൻസ് ഓഫ് വുമൺ, കൾച്ചറൽ ബിലീഫ്സ് ഓഫ് മെയിൽ സുപ്പീരിയോറിറ്റി. റൂട്ട് കോസ് എന്ന് പറയുന്നത് ബിലീഫ് എന്നാണ്, വുമൺ ആർ നാച്ചുറലി ഇൻഫീരിയർ ടു മെൻ ആണ്. സ്ത്രീകൾ നാച്ചുറലി മെന്നിനെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്. ആൻഡ് ദിസ് ഈസ് കണക്റ്റഡ് ടു മെൻസ് കോൺഷ്യസ്നെസ് ആൻഡ് സോഷ്യൽ നോംസ് ആൻഡ് ട്രഡീഷൻസ്. ഇനി നേച്ചർ ഓഫ് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻ പല ഫോമിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, വയലൻസ്, അബ്യൂസ്, മാരിറ്റൽ റേപ്പ്. സൈക്കോളജിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, ഹ്യൂമിലിയേഷൻ, കൺട്രോൾ. സെക്ഷൽ ഓപ്പറേഷൻ ഉണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ, കൊയേഷൻ, ഫോഴ്സിങ് സംബഡി. പാട്രിയാർക്കി എന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൽട്ട് ടു എലിമിനേറ്റ് ആണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മുടെ സമൂഹത്തിൽ വളരെ ഇൻറ്റേർണലൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഓരോ ദിവസവും എവരിഡേ പ്രാക്ടീസസിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പവർ റിലേഷൻസ് ആണ്, നോട്ട് ജസ്റ്റ് ലോ. എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം? അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള വുമൺ ഓൺലി സ്പേസസ് കൊണ്ടുവരാം. ഈ സ്പേസസ് നോൺ ഹെറാർക്കിയൽ ആയിരിക്കണം, അവിടെ ഒരു ഡോമിനേഷൻ പാടില്ല, സപ്പോർട്ടീവ് ആയിരിക്കണം, എംപവറിങ് ആയിരിക്കണം. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്ത്രീകളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അവരുടെ എക്സ്പീരിയൻസുകൾ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുക, ആക്ട് വിത്തൗട്ട് മെയിൽ കൺട്രോൾ. സോ ദിസ് എയിം ടു ഫ്രീ വുമൺ ഫ്രം സെക്സിസ്റ്റ് റിമാർക്സ് ആൻഡ് ഹ്യൂമിലിയേഷൻ, സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഫിയർ ഓഫ് റേപ്പ് ആൻഡ് വയലൻസ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഫോർ വുമൺ എന്നുള്ള ടോപ്പിക്ക് വരുന്നത്, ഇപ്പോൾ റാഡിക്കൽ ഫെമിനിസം പ്രൊമോട്ട് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ സെൻറ്റേർഡ് ഹെൽത്ത് കെയർ സിസ്റ്റം, ഷെൽട്ടേഴ്സ് ഫോർ അബ്യൂസ്ഡ് ആൻഡ് ബാറ്റേർഡ് വുമൺ, ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസോ റേപ്പ് പോലുള്ള വയലൻസോ നേരിട്ടുള്ളവർക്ക് സെപ്പറേറ്റ് ഷെൽട്ടേഴ്സ്, കൗൺസിലിംഗ് സർവീസ് ഫോർ ട്രോമ സർവൈവേഴ്സ്, ലീഗൽ സപ്പോർട്ട് ഫോർ വിക്ടിംസ് ഓഫ് വയലൻസ്. ഇത് എൻകറേജ് ചെയ്യുന്നത് എന്തിനെ ക്രിയേറ്റ് ചെയ്യുക? വുമൻസ് കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി, വുമൻസ് റിലീജിയൻ ആൻഡ് എത്തിക്കൽ സിസ്റ്റം, ഒരു സ്ട്രോങ് സെൻസ് ഓഫ് സിസ്റ്റർഹുഡ് ആൻഡ് സോളിഡാരിറ്റി, ഒരു ഐക്യദാർഢ്യവും ഒരു സഹോദര സ്നേഹമൊക്കെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കാം. ക്രിട്ടിക് ഓഫ് മെയിൽ ഡോമിനേറ്റഡ് കൾച്ചർ. റാഡിക്കൽ ഫെമിനിസം ചലഞ്ച് ചെയ്യുന്നത് മെയിൽ ഡോമിനൻസിനെയാണ്, സച്ച് ആസ് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇമോഷണൽ ഡിസ്റ്റൻസ്, കൺട്രോൾ ആൻഡ് അതോറിറ്റി, അഗ്രഷൻ ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്.
ഈ വാല്യൂസിനെ നമുക്ക് പലതിൻ്റെയും കാരണങ്ങളായിട്ട് കാണാം. വാർ ആൻഡ് വയലൻസ്, റേപ്പ് ആൻഡ് സെക്ഷൽ അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ചൈൽഡ് അബ്യൂസ്, പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി. ഇപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത് ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഹാംഫുൾ ആയിട്ടുള്ളൊരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് വാല്യൂയിങ് വുമൻസ് ക്വാളിറ്റീസ്. ഇപ്പോൾ റാഡിക്കൽ ഫെമിനിസം പ്രൊമോട്ട് ചെയ്യുന്നത് ക്വാളിറ്റീസ് ദാറ്റ് ആർ ട്രഡീഷണലി ലിങ്ക്ഡ് ടു വുമൺ. ഓക്കെ, ചില ക്വാളിറ്റീസ് വി നീഡ് ടു വാല്യൂ ഹിയർ, അതായത് കെയർ ആൻഡ് നർച്ചറിങ്, കോപ്പറേഷൻ, മ്യൂച്വൽ സപ്പോർട്ട്, എംപതി ആൻഡ് ഇമോഷണൽ കണക്ഷൻ, വാംത്ത് ആൻഡ് ഷെയറിങ്. ഈ വാല്യൂസ് എസെൻഷ്യൽ ആണ്, കാരണം നമുക്കൊരു പീസ്ഫുൾ ആൻഡ് ഈക്വൽ സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ ഈ വാല്യൂസ് എസെൻഷ്യൽ ആണ്. അപ്പോൾ അതിനൊരു പ്രാധാന്യം റാഡിക്കൽ ഫെമിനിസം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വുമണിന് ദേ ഷുഡ് ഡെവലപ്പ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ത്രൂ ലീവ്ഡ് ആൻഡ് എവറിഡേ എക്സ്പീരിയൻസസ്. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അവരുടെ ഓൺ ബോഡീസ്, ചൈൽഡ് കെയർ ആൻഡ് റീപ്രൊഡക്ഷൻ, ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചുള്ള എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻസ് വരണം. ഈ എക്സ്പീരിയൻസസ് ആൾട്ടർനേറ്റീവ് നോളജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ആർ ഡിഫറെൻറ്റ് ഫ്രം ദ മെയിൽ ഡോമിനേറ്റഡ് പെർസ്പെക്റ്റീവ്സ്. ഇപ്പോൾ മെൻ കുഡ് ഓൾസോ ഡെവലപ്പ് സിമിലർ ക്വാളിറ്റീസ്. നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് സോഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ജനറലി ദേ ഡു നോട്ട്. വയലൻസ് ആസ് എ ടൂൾ ഓഫ് പാട്രിയാർക്കി. റാഡിക്കൽ ഫെമിനിസ്റ്റ് ആർഗ്യൂ ദാറ്റ് വയലൻസ് ഈസ് സെൻട്രൽ ടു പാട്രിയാർക്കി. പാട്രിയാർക്കിയുടെ സെൻട്രൽ ഇത് തന്നെ വയലൻസ് ആണ്. പല മെന്നിനും എന്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു യൂസ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. ഫിസിക്കലി ദേ ആർ മോർ സ്ട്രോങ്, സോ ഇറ്റ് മീൻസ് ദാറ്റ് ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ. ഇപ്പോൾ കോമൺ ഫോംസ് ഓഫ് വയലൻസ് ആണ് റേപ്പ് അല്ലെങ്കിൽ സെക്ഷൽ അസൾട്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് വൈഫ് ബീറ്റിംഗ്, മർഡർ ഓഫ് വുമൺ എസ്പെഷ്യലി എക്സ് പാർട്ട്നേഴ്സ്. ഈ വയലൻസ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആൻഡ് വൈഡ് സ്പ്രെഡ് ആണ്. എവിടെയെങ്കിലും ഐസൊലേറ്റഡ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല. മീഡിയ ആൻഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പോൾ പലപ്പോഴും മീഡിയയിൽ സെക്സ് ഒബ്ജക്ട്സ് ആയിട്ടും ഒക്കെയാണ് കാണുന്നത്. പോണോഗ്രാഫിയിലൊക്കെ ഒബ്ജക്ട്സ് ആയിട്ടാണ് അവരെ കാണുന്നത്. പലപ്പോഴും സ്ത്രീകളെ ഡീഹ്യൂമനൈസ് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഉപഭോഗത്തിനുള്ള ഒരു വസ്തു മാത്രമായിട്ട് സ്ത്രീകളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലോബൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ആണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ട്രാഫിക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മാൻ ഹാസ് മോർ കൺട്രോൾ ഓവർ വുമൻസ് ബോഡി. സ്ത്രീകളുടെ ശരീരത്തിൽ സ്ത്രീകളെക്കാൾ സ്വാതന്ത്ര്യം പുരുഷന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്രിറ്റിസൈസസ് ദ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. റാഡിക്കൽ ഫെമിനിസം ക്രിറ്റിസൈസസ് ദ ഹെട്രോസെക്ഷൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് ഒരു ആർഗ്യൂ ചെയ്യുന്നത് പലപ്പോഴും പവർ ഇംബാലൻസസിനെ അത് ഹൈഡ് ചെയ്യുന്നുണ്ട്, ഫീമെയിൽ സബ്മിഷനെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ത്രൂ ഫോഴ്സ് ആൻഡ് ഇക്വാലിറ്റിയാണ് ഹാപ്പൻ ചെയ്യുന്നത്. റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെക്കാനിസം ദാറ്റ് സപ്പോർട്ട്സ് പാട്രിയാർക്കി. ആൻഡ് ദ ഫൈനൽ ആർഗ്യുമെന്റ് ഓഫ് റാഡിക്കൽ ഫെമിനിസം ഈസ് ദാറ്റ് പാട്രിയാർക്കി വുമണിനെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും വയലൻസ് ചെയ്യും. നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ റേപ്പ് ചെയ്യും, നിന്നെ ഞാൻ അബ്യൂസ് ചെയ്യും, അങ്ങനെ ഒരു ത്രെട്ട് ഓഫ് വയലൻസിലൂടെയൊക്കെയാണ് പാട്രിയാർക്കി പലപ്പോഴും സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് മൈനർ റീഫോംസിലൂടെയോ ലീഗോ ഇതിലൂടെയോ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് വാല്യൂസ് വേണം. അപ്പോൾ ആ സൊസൈറ്റി എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. കെയർ ആൻഡ് കോപ്പറേഷൻ ആണ് അവിടെ വേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ഡോമിനേഷൻ. So this is the end of Unit 1, Gender, School and Society. Thank you.